എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ന്യൂ ചണ്ഡീഗഡിലെ മുല്ലൻപൂർ മഹാരാജ യാദവേന്ദർ സിംഗ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ പച്ചപ്പ് പണിഞ്ഞ് ചരിത്രമുറങ്ങുന്ന മനോഹരമായ മൈതാനത്ത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഏക ടെസ്റ്റ് മത്സരം ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശാൻ തുടങ്ങിക്കഴിഞ്ഞു. ടെസ്റ്റ് ക്രിക്കറ്റ് ആരാധകരുടെ സിരകളിൽ തീ പടർത്തിക്കൊണ്ട് ടോസിനായി ഇരു ക്യാപ്റ്റന്മാരും മൈതാന മധ്യത്തിലേക്ക് നടന്നെടുത്ത ആ നിമിഷം മുതൽ ഗാലറികളിലെ ആവേശം വാനോളം ഉയർന്നിരുന്നു. അപ്പോൾ ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗിൽ ടോസ് നേടുകയും ബാറ്റിംഗിന് തികച്ചും അനുകൂലമായ ആ ജീവസുറ്റ പിച്ചിലെ സാഹചര്യങ്ങൾ പൂർണ്ണമായും മുതലെടുക്കാൻ യാതൊരു മടിയും കൂടാതെ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. അത് തികച്ചും ധീരവും തന്ത്രപരവുമായ ഒരു തീരുമാനമായിരുന്നു. അങ്ങനെ ചരിത്രപരമായ ഈ ചുവന്ന പന്തിന്റെ മഹാസംഗ്രാമത്തിന് തുടക്കം കുറിക്കാൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ KL രാഹുലും അദ്ദേഹത്തിനൊപ്പം ഇടം കയ്യൻ ആക്രമണകാരിയായ ഓപ്പണർ യശസ്വി ജയ്സ്വാളും ഒരുമിച്ച് നെഞ്ചുവിരിച്ച് ക്രീസിലേക്ക് നടന്നെടുത്തു. അഫ്ഗാനിസ്ഥാനു വേണ്ടി ആദ്യ ഓവർ എറിയാനെത്തിയത് അതിവേഗ ബൌളർ സിയാവൂർ റഹ്മാൻ ഷെരീഫിയാണ്. ആദ്യത്തെ 3 പന്തുകൾ കൃത്യമായ ലൈനിലും ലെങ്തിലും അതിമനോഹരമായി എറിഞ്ഞ ഷെരീഫിക്ക് പക്ഷേ നാലാമത്തെ പന്തിൽ ഒരു ചെറിയ പിഴവ് സംഭവിച്ചു. മണിക്കൂറിൽ 134.6 കിലോമീറ്റർ വേഗതയിൽ അല്പം ഫുൾ ലെങ്തിൽ പാഞ്ഞുവന്ന ആ പന്തിനെ യാതൊരു വലിയ കാൽവെപ്പുമില്ലാതെ നേരായ ബാറ്റുകൊണ്ട് അതിമനോഹരമായ ഒരു പുഷ് ഡ്രൈവിലൂടെ ജയ്സ്വാൾ മിഡ് ഓഫിന് തൊട്ടരിങ്ങിലൂടെ അതിർത്തി കടത്തി ടെസ്റ്റ് മാച്ചിലെ ആദ്യ ബൗണ്ടറി സ്വന്തമാക്കിയപ്പോൾ സ്റ്റേഡിയം ഇളകിമറിഞ്ഞു. തുടർന്ന് ഇന്നിംഗ്സിന്റെ 3-ാം ഓവറിൽ വീണ്ടും പന്തെറിയാനെത്തിയ സിയാവൂർ റഹ്മാന്റെ നാലാമത്തെ പന്ത് 131.8 കിലോമീറ്റർ വേഗതയിൽ ലെഗ് സ്റ്റമ്പിന് നേരെയാണ് വന്നത്. പന്ത് തന്റെ അടുത്തേക്ക് വരാൻ അനുവദിച്ച KL രാഹുൽ അതിയായ ലാഘവത്തോടെ തന്റെ കൈക്കുഴകൾ തിരിച്ച് മിഡോണിനും മിഡ് വിക്കറ്റിനുമിടയിലുള്ള വിടവിലൂടെ മനോഹരമായൊരു ക്ലിപ്പ് ഷോട്ടിലൂടെ തന്റെ അക്കൗണ്ട് തുറന്നു. 4-ാം ഓവറുമായി വന്ന ഓൾറൗണ്ടർ അസ്മത്തുള്ള ഉമർസായുടെ 5-ാമത്തെ പന്ത് 135.5 കിലോമീറ്റർ വേഗതയിൽ ഫുൾ ലെങ്തിലായിരുന്നു. അതിൽ ഉയർന്ന കൈമുട്ടുകളോടെ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ ജയ്സ്വാൾ കവേഴ്സിലൂടെ അതിഗംഭീരമായ ഒരു സ്ട്രെയിറ്റ് ഡ്രൈവ് പായിച്ച് 4 റൺസ് കൂടി നേടിയപ്പോൾ മത്സരത്തിലെ ആവേശം കൊടുമുടിയിലെത്തി. എന്നാൽ ഈ ഓവറിലെ അവസാന പന്തിൽ ജയ്സ്വാളിന്റെ ബാറ്റിൽ തട്ടിയ പന്ത് സ്ലിപ്പിനും ഗള്ളിക്കുമിടയിലൂടെ വായുവിൽ ഒഴുകി പറന്നു. ഗള്ളിയിൽ ജാഗരൂകനായി നിന്നിരുന്ന ഫീൽഡർ അബ്ദുൽ മാലിക്കിനെ പന്തിന്റെ അതിവേഗം തെല്ലൊന്ന് കബളിപ്പിച്ചു. അയാളുടെ വിരൽത്തുമ്പുകളിൽ ഉരച്ച് പന്ത് തേർഡ് മാൻ ബൗണ്ടറി കടന്നപ്പോൾ ജയ്സ്വാളിന് ലഭിച്ചത് കളിയുടെ ഗതി തന്നെ മാറ്റിയേക്കാവുന്ന വലിയൊരു ജീവദാനമായിരുന്നു. തുടർന്ന് 9-ാം ഓവറിൽ ഷെരീഫിക്കെതിരെ രാഹുൽ തന്റെ ക്ലാസ് ലോകത്തിന് കാണിച്ചുകൊടുത്തു. ലെഗ് സ്റ്റമ്പിൽ ഓവർ പിച്ച് ചെയ്ത പന്തിനെ മുതലെടുത്ത് രാഹുൽ ഒരു മികച്ച ഫ്ലിക്ക് ഷോട്ട് കളിച്ചു. മിഡ് വിക്കറ്റിൽ ഡൈവ് ചെയ്ത ഫീൽഡറെ പൂർണ്ണമായും കീഴടക്കി പന്ത് ബൗണ്ടറി കടന്നു. അതേ ഓവറിലെ അവസാന പന്തിൽ ഷെരീഫി അല്പം ഷോർട്ട് പിച്ച് പന്തെറിഞ്ഞപ്പോൾ രാഹുൽ പിൻകാലിലേക്ക് മാറി തന്റെ പൊസിഷൻ കണ്ടെത്തുകയും പോയിന്റിനും കവേഴ്സിനുമിടയിലൂടെ ഒരു കിടിലൻ ബാക്ക് ഫുട്ട് പഞ്ചുതിർത്ത് തുടർച്ചയായ 2-ാം ബൗണ്ടറി തന്റെ പേരിൽ കുറിക്കുകയും ചെയ്തു. പിന്നീട് 11-ാം ഓവറിൽ മുഹമ്മദ് സലീം സാഫി വീണ്ടും അഫ്ഗാൻ ആക്രമണത്തിന്റെ ചുക്കാൻ പിടിച്ചെത്തിയപ്പോൾ ആദ്യ പന്തിൽ തന്നെ ക്രീസിന്റെ ആഴം ശരിയായി ഉപയോഗിച്ച് ജയ്സ്വാൾ പോയിന്റ് ദിശയിൽ അതിമനോഹരമായ ഒരു ബാക്ക് ഫുട്ട് ബൗണ്ടറി പായിച്ചു. ഈ പ്രഹരത്തിൽ അല്പം സമ്മർദ്ദത്തിലായ സലീം സാഫി തന്റെ ലൈനിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുകയും 5-ാമത്തെ പന്ത് തന്റെ മുഴുവൻ കരുത്തുമെടുത്ത് മണിക്കൂറിൽ 141.2 കിലോമീറ്റർ വേഗതയിൽ ഓഫ് സ്റ്റമ്പിന് ഏറെ പുറത്തായി എറിയുകയും ചെയ്തു. ആ സമയത്ത് അത്യുജ്വല ഫോമിലായിരുന്ന ജയ്സ്വാൾ പന്തിന്റെ വേഗത കൃത്യമായി മനസ്സിലാക്കി ബാറ്റിന്റെ മുഖം തുറന്ന് ബാക്ക്വേർഡ് പോയിന്റിനും കവേഴ്സിനുമിടയിലൂടെ ഒരു അവിശ്വസനീയവും അതിശക്തവുമായ ഒരു ഫ്രണ്ട് ഫുട്ട് ഡ്രൈവിലൂടെ പന്തിനെ വീണ്ടും അതിർത്തി കടത്തി. എന്നാൽ തൊട്ടടുത്ത 12-ാം ഓവറിൽ സലീം സാഫി തന്റെ ബുദ്ധികൂർമ്മത തെളിയിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാന് ആദ്യത്തെയും ഏറ്റവും വിലപ്പെട്ട വിക്കറ്റും നേടിക്കൊടുത്തു. വേഗതയിൽ അല്പം മാറ്റം വരുത്തി 132.9 കിലോമീറ്റർ വേഗതയിൽ ലെഗ് സ്റ്റമ്പ് ലൈനിൽ ഡൗൺ ദ ലെഗായി വന്ന ആ ഷോർട്ട് ആം ലെങ്ത് പന്തിനെ തുടർച്ചയായി ആക്രമണാത്മക ഷോട്ടുകൾ കളിക്കുന്നതിനിടയിൽ പിന്നിലേക്ക് മാറി ഫൈൻ ഗ്ലാൻസ് ചെയ്യാൻ ശ്രമിച്ച ജയ്സ്വാളിന് പൂർണ്ണമായും പിഴച്ചു. ബാറ്റിന്റെ പുറത്ത് തട്ടിയ പന്ത് അതിവേഗം ആദ്യ സ്ലിപ്പിൽ നിന്ന് റഹ്മാനുള്ള ഗുർബാസിന്റെ വലതുവശത്തേക്ക് പാഞ്ഞു. ഗുർബാസ് ഡൈവ് ചെയ്ത് പന്ത് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അത് അയാളുടെ വിരൽത്തുമ്പുകളിൽ തട്ടി താഴെ വീണു. 16 റൺസിൽ നിൽക്കെ സുദർശന് ലഭിച്ച ആ ജീവദാനം കളിയുടെ ഗതി തന്നെ മാറ്റിയേക്കാവുന്ന വലിയതായിരുന്നു. ലഭിച്ച ഈ അവസരം പാഴാക്കാതിരുന്ന സുദർശൻ അതേ ഓവറിലെ അവസാന പന്തിൽ ഖരോട്ടയെറിഞ്ഞ ഒരു ലൂസ് ഫുൾ ടോസിനെ ഒട്ടും കരുണയില്ലാതെ ഡീപ് മിഡ് വിക്കറ്റിലൂടെ ഒരു ഗംഭീര 4-ലേക്ക് പറത്തി ആ സെഷൻ അവിഗതമാക്കിയും മാറ്റി. അങ്ങനെ ചരിത്രപരമായ ആദ്യ ദിനത്തിലെ ഈ ആദ്യ സെഷനിലെ 25 ഓവറുകളുടെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യൻ ടീമിന്റെ സ്കോർ 1 വിക്കറ്റ് നഷ്ടത്തിൽ 96 റൺസ് എന്ന അതിശക്തവും അജയവുമായ നിലയിലായിരുന്നു. ഇന്ത്യയുടെ റൺ റേറ്റ് 3.84 എന്ന തികച്ചും മികച്ചതും സുരക്ഷിതവുമായ വേഗതയിലായിരുന്നു. ക്രീസിൽ ഒരു വൻമതിൽ പോലെ ഉറച്ചുനിന്ന വിക്കറ്റ് കീപ്പർ ബാറ്റർ KL രാഹുൽ 70 പന്തുകളിൽ നിന്ന് 5 ഗംഭീരം ഫോറുകളോടെ 37 റൺസ് നേടിയപ്പോൾ മറുവശത്ത് 49 പന്തുകളിൽ നിന്ന് 6 കിടിലൻ ഫോറുകളുടെ സഹായത്തോടെ 32
2 റൺസ് നേടിയ യുവതാരം സായി സുദർശൻ തികച്ചും പക്വതയാർന്ന ഒരു ഇന്നിംഗ്സുമായി പുറത്താവാതെ നിന്നു. വരാനിരിക്കുന്ന ഒരു പടുകൂറ്റൻ സ്കോറിന്റെ കൃത്യമായ മുന്നറിയിപ്പായി അത് ഇന്ത്യൻ ആരാധകരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ഉച്ചഭക്ഷണ ഇടവേളയ്ക്ക് ശേഷം ആവേശത്തിന്റെ വേലിയേറ്റം സൃഷ്ടിച്ചുകൊണ്ട് രണ്ടാം സെഷനിലെ കളി പുനരാരംഭിച്ചപ്പോൾ ഇന്ത്യൻ ബാറ്റിംഗ് നിര കൂടുതൽ അപകടകാരികളായി മാറുന്ന കാഴ്ചയാണ് ആ മനോഹരമായ സ്റ്റേഡിയം കണ്ടത്. 25-ാം ഓവറിൽ നങ്കയാലിയ ഖറോട്ടയുടെ പന്തിൽ ക്രീസിന് പുറത്തേക്കിറങ്ങി അതിമനോഹരമായി പന്തിന്റെ പിച്ചിലെത്തി KL രാഹുൽ സ്ട്രെയിറ്റ് ഡ്രൈവിലൂടെ ബൗണ്ടറി നേടിയപ്പോൾ അതൊരു വെടിക്കെറ്റിന്റെ തുടക്കം മാത്രമായിരുന്നു. തൊട്ടടുത്ത പന്തിൽ ഷോട്ടായി വന്ന പന്തിനെ കട്ട് ചെയ്ത് തേർഡ് മാനിലൂടെ മറ്റൊരു ബൗണ്ടറി കൂടി നേടിയ അദ്ദേഹം തന്റെ താളം പൂർണ്ണമായും വീണ്ടെടുത്തു കഴിഞ്ഞിരുന്നു. 29-ാം ഓവറിലെ 3-ാം പന്തിൽ വീണ്ടും ഖറോട്ടയെ നേരിട്ട രാഹുൽ പന്തിലെ അധിക ബൗൺസിനെ അതിവിദഗ്ധമായി കൈകാര്യം ചെയ്ത് ബാറ്റിന്റെ ഗ്രിപ്പ് അയച്ചുപിടിച്ച് ഓഫ് സൈഡിലൂടെ ഒരു റൺസ് നേടി തന്റെ കരിയറിലെ 21-ാം ടെസ്റ്റ് അർദ്ധ സെഞ്ചുറി തികച്ചപ്പോൾ ഗ്യാലറി ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. തുടക്കത്തിൽ ടൈമിംഗ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയും DRSന്റെ വ്യത്യാസത്തിൽ മാത്രം വിക്കറ്റ് നഷ്ടപ്പെടാതെ രക്ഷപ്പെടുകയും ചെയ്ത അദ്ദേഹം ആ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ചാണ് ഈ നാഴികക്കല്ല് പിന്നിട്ടത്. രാഹുൽ ഒരു വശത്ത് നങ്കൂരമടപ്പോൾ മറുവശത്ത് യുവതാരം സായി സുദർശൻ അക്ഷരാർത്ഥത്തിൽ അഫ്ഗാൻ ബൌളർമാരെ കടന്നാക്രമിക്കുകയായിരുന്നു. 31-ാം ഓവറിൽ ഖറോട്ടയെ നിലം തൊടിയിക്കാതെ അദ്ദേഹം നേടിയ ഹാട്രിക് ബൗണ്ടറികൾ ക്രിക്കറ്റ് സൗന്ദര്യത്തിന്റെ പൂർണ്ണ രൂപമായിരുന്നു. രണ്ടാമത്തെ പന്തിൽ മുട്ടുകുത്തി സ്വീപ്പ് ചെയ്തും 3-ാമത്തെ പന്തിൽ കിട്ടിയ ഫുൾ ടോസിനെ അതിമനോഹരമായി ഫ്ലിക്ക് ചെയ്തും തന്റെ 3-ാം ടെസ്റ്റ് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ സായി സുദർശൻ ടീമിലെ 3-ാം നമ്പർ സ്ഥാനത്തേക്കുള്ള തന്റെ അവകാശവാദം അനിഷേധ്യമാക്കി. തൊട്ടടുത്ത പന്തിൽ എക്സ്ട്രാ കവറിലൂടെ മറ്റൊരു ബൗണ്ടറി കൂടി പായിച്ച അദ്ദേഹം കോച്ച് തന്നിൽ അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായും കാത്തുസൂക്ഷിച്ചു. കളിയുടെ സമസ്ത മേഖലയിലും ആധിപത്യം പുലർത്തിയ ഈ കൂട്ടുകെട്ട് പൊളിക്കാൻ അഫ്ഗാൻ നായകൻ ഹഷ്മത്തുള്ള ഷാഹിദി പല തന്ത്രങ്ങളും പയറ്റി. 40-ാം ഓവറിൽ സലീം സാഫിയുടെ റിവേഴ്സ് സ്വിംഗ് ചെയ്ത പന്തിൽ രാഹുൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങിയെന്ന് കരുതി അഫ്ഗാൻ ടീം DRS എടുത്തുവെങ്കിലും അൾട്രാ എഡ്ജിൽ ബാറ്റിന്റെ നേരിയ സ്പർശനം വ്യക്തമായതോടെ അവരുടെ ആ പ്രതീക്ഷയും അസ്തമിച്ചു. എന്നാൽ 42-ാം ഓവറിലെ 4-ാമത്തെ പന്തിൽ അതുവരെ കണ്ട സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ച് ആ 139 റൺസിന്റെ കൂറ്റൻ കൂട്ടുകെട്ട് തകർന്നു വീണു. സലീം സാഫിയുടെ ഓഫ് സ്റ്റമ്പിന് പുറത്തുവന്ന ഓവർ പിച്ച് ഡെലിവറിയിൽ അതിശക്തമായി ഡ്രൈവ് ചെയ്യാൻ ശ്രമിച്ച സായി സുദർശന്റെ ബാറ്റിന്റെ പുറത്തു തട്ടിയ പന്തിനെ വിക്കറ്റ് കീപ്പർ അഫ്സർ സസായി തന്റെ ഇടത്തേക്ക് ഡൈവ് ചെയ്ത് അവിശ്വസനീയമായ വിധം കൈയിലൊതുക്കിയപ്പോൾ 13 മനോഹരമായ ബൗണ്ടറികളുടെ അകമ്പടിയോടെ 104 പന്തുകളിൽ നിന്ന് 81 റൺസ് നേടിയ ആ യുവപ്രതിഭ വലിയ നിരാശയോടെ തലകുനിച്ചു പവലിയനിലേക്ക് മടങ്ങി. സുദർശന് പകരക്കാരനായി ക്രീസിലെത്തിയത് മറ്റാരുമല്ല, സാക്ഷാൽ ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗില്ലാണ്. തന്റെ സ്വന്തം നാട്ടിലെ കാണികൾക്ക് മുന്നിൽ കളിക്കുന്നതിന്റെ ആവേശവും വീറും അദ്ദേഹത്തിന്റെ ഓരോ ഷോട്ടിലുമുണ്ടായിരുന്നു. 45-ാം ഓവറിൽ ഷാഹിദിക്കെതിരെ എക്സ്ട്രാ കവറിലൂടെ പായിച്ച ആ ബൗണ്ടറിയും തുടർന്ന് 51-ാം ഓവറിൽ ഖറോട്ടയെ ക്രീസിന് പുറത്തേക്കിറങ്ങി ലോങ് ഓഫിലൂടെ കാണികൾക്കിടയിലേക്ക് പറത്തിയ ആ പടുകൂറ്റൻ സിക്സറും ഗില്ലിന്റെ ആത്മവിശ്വാസത്തിന്റെ നേർചിത്രങ്ങളായിരുന്നു. പന്ത് സ്റ്റേഡിയത്തിന്റെ ഗ്യാലറിയിൽ എവിടെയോ നഷ്ടപ്പെട്ടതിനാൽ കളി തൽക്കാലം നിർത്തിവെക്കേണ്ടി വന്നത് ആ ഷോട്ടിന്റെ ഭീകരത വിളിച്ചോതുന്നു. മറുവശത്ത് രാഹുൽ തന്റെ ഇന്നിംഗ്സിനെ ഒരു ഇതിഹാസ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. 60-ാം ഓവറിലെ ആദ്യ പന്തിൽ സിയാവുർ റഹ്മാൻ ഷെരീഫിക്കെതിരെ പാഡുകളിലേക്ക് വന്ന പന്തിനെ ഫ്ലിക്ക് ചെയ്ത് ഗ്യാപ്പിലൂടെ 2 റൺസ് ഓടിയെടുത്ത് തന്റെ കരിയറിലെ 12-ാം ടെസ്റ്റ് സെഞ്ചുറി എന്ന സുവർണ്ണ നേട്ടം സ്വന്തമാക്കിയ രാഹുൽ ഹെൽമറ്റ് ഊരി കാണികളെ അഭിവാദ്യം ചെയ്തപ്പോൾ സ്റ്റേഡിയം ആവേശത്താൽ പൊട്ടിത്തെറിച്ചു. എന്നാൽ ആ ആഘോഷങ്ങൾക്ക് നിമിഷങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടടുത്ത പന്തിൽ കവർ ഡ്രൈവിന് ശ്രമിച്ച രാഹുലിന്റെ ബാറ്റിൽ നിന്ന് കുതിച്ചു പാഞ്ഞ പന്തിനെ വായുവിൽ പറന്ന അവിശ്വസനീയമായൊരു ഡൈവിംഗിലൂടെ റഹ്മാനുള്ള ഗുർബാസ് പിടിച്ചെടുത്തപ്പോൾ അത് വിശ്വസിക്കാനാവാതെ നോൺ സ്ട്രൈക്കർ എൻഡിൽ നിന്ന് ശുഭ്മാൻ ഗിൽ തന്റെ തലയിൽ കൈവച്ച് സ്തബ്ധനായി നിന്നുപോയി. സെഞ്ചുറി പൂർത്തിയാക്കിയ ഉടനെ കൃത്യം 100 റൺസിൽ രാഹുൽ വീഴുന്നത് തുടർച്ചയായി ഇത് 3-ാം തവണയായിരുന്നു. പിന്നീടെത്തിയത് അതിവേഗ സ്കോറിംഗിന്റെ പര്യായമായ ഋഷഭ് പന്താണ്. എന്നാൽ തന്റെ പതിവ് ശൈലിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായാണ് പന്ത് ബാറ്റിംഗ് ആരംഭിച്ചത്. മറുവശത്ത് ഗിൽ തന്റെ മാന്ത്രിക ദണ്ട് വീശിക്കൊണ്ടേയിരുന്നു. 8 പന്തുകൾക്കിടയിൽ 4 ബൗണ്ടറികൾ നേടിയ അദ്ദേഹം സലീം സാഫിക്കെതിരെ 61-ാം ഓവറിൽ അടിച്ച മനോഹരമായ ഒരു കവർ ഡ്രൈവ് അടക്കമുള്ള ഷോട്ടുകളിലൂടെ കളിയിലെ തന്റെ ആധിപത്യം ഉറപ്പിച്ചു. 67-ാം ഓവറിലാണ് മൈതാനത്ത് ഏറ്റവും ഭ്രാന്തമായ നിമിഷങ്ങൾ അരങ്ങേറിയത്. സ്പിന്നർ അബ്ദുൽ മാലിക്കിനെതിരെ യാതൊരു ദയയുമില്ലാതെ പന്ത് ആക്രമണം അഴിച്ചുവിട്ടു. ആദ്യ പന്തിൽ ക്രീസിന് പുറത്തിറങ്ങി കൗ കോർണറിലൂടെ ഒരു പടുകൂറ്റൻ സിക്സർ പായിച്ച അദ്ദേഹം 4-ാമത്തെ പന്തിൽ കിട്ടിയ ഫുൾ ടോസിനെയും 5-ാമത്തെ പന്തിൽ വന്ന ഷോട്ട് ഡെലിവറിയെയും മിഡ് വിക്കറ്റിന് മുകളിലൂടെ അതിഭീമം സിക്സറുകളിലേക്ക് പറത്തി അബ്ദുൽ മാലിക്കിന്റെ ആത്മവിശ്വാസം പൂർണ്ണമായും തകർത്തെറിഞ്ഞു. 82-ാം ഓവറിലെ 5-ാമത്തെ പന്തിൽ സലീം സാഫിക്കെതിരെ ബാക്ക് ഫുട്ടിൽ നിന്നുകൊണ്ട് സ്ക്വയറിന് പിന്നിലൂടെ പന്ത് പായിച്ച് ഒരു റൺസ് ഓടിയെടുത്ത് ശുഭ്മാൻ ഗിൽ തന്റെ ഐതിഹാസികമായ സെഞ്ചുറി പൂർത്തിയാക്കിയ നിമിഷം ആ പകലിന്റെ സകല സൗന്ദര്യവും ആവാഹിച്ചെടുത്ത്. തന്റെ ഹോം ഗ്രൗണ്ടിൽ ആ കാണികളുടെ ഹർഷാരവത്തിനിടയിൽ ഹെൽമറ്റ് ഊരി ബാറ്റ് വാനിലേക്കുയർത്തി ഗിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ ഓടിയെത്തിയ ഋഷഭ് പന്തും ആ ആവേശത്തിന്റെ ഭാഗമായി. ഈ ഇരുവരും ചേർന്ന് കെട്ടിപ്പടുത്ത 100 റൺസിന്റെ മഹാകൂട്ടുകെട്ട് ഇന്ത്യൻ സ്കോർ ബോർഡിനെ അപ്രാപ്യമായ ഉയരങ്ങളിലേക്ക് എത്തിച്ചു.
തൊട്ടു പിന്നാലെ 84-ാം ഓവറിലെ 5-ാം പന്തിൽ സലീം സാഫിയുടെ ഷോർട്ട് പിച്ച് പന്തിനെ തേർഡ് മാനിലേക്ക് കളിച്ചുകൊണ്ട് തികഞ്ഞ ഉത്തരവാദിത്തത്തോടെ ബാറ്റ് വീശിയ ഋഷഭ് പന്തും തന്റെ അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കിയതോടെ ഇന്ത്യൻ ആധിപത്യം അത്യുന്നതങ്ങളിലെത്തി. അങ്ങനെ ചരിത്രപരമായ ആ ആദ്യ ദിനത്തിലെ 85 ഓവറുകളുടെ കളി അവസാനിക്കുമ്പോൾ 143 പന്തുകളിൽ നിന്ന് 13 മനോഹരമായ ഫോറുകളുടെയും ഒരു പടുകൂറ്റൻ സിക്സറിന്റെയും അകമ്പടിയോടെ 103 റൺസുമായി സാക്ഷാൽ ശുഭ്മാൻ ഗില്ലും 70 പന്തുകളിൽ നിന്ന് 50 റൺസുമായി ഋഷഭ് പന്തും അപരാജിതരായി ക്രീസിൽ തുടരവേ ഇന്ത്യൻ സ്കോർ ബോർഡിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 368 എന്ന പടുകൂറ്റൻ ഹിമാലയൻ സ്കോർ സഗർഭം തെളിഞ്ഞു നിൽക്കുകയായിരുന്നു. അത് വെറുമൊരു സ്കോർ മാത്രമല്ല, അഫ്ഗാനിസ്ഥാന്റെ സകല തന്ത്രങ്ങളെയും തച്ചുതകർത്ത ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ സമാനതകളില്ലാത്ത പോരാട്ട വീര്യത്തിന്റെയും കലാത്മകമായ ആധിപത്യത്തിന്റെയും മങ്ങാത്ത തെളിവ് കൂടി മാറിക്കഴിഞ്ഞു. മുല്ലാൻപൂർ സ്റ്റേഡിയത്തിന് മുകളിൽ സായീന സൂര്യൻ തന്റെ സുവർണരശ്മികൾ വിതറി പകലിനോട് വിട ചൊല്ലാൻ തുടങ്ങുമ്പോൾ ചരിത്രപരമായ ആ ആദ്യ ദിനത്തിന്റെ പോരാട്ടങ്ങൾക്ക് അമ്പയർമാർ ഔദ്യോഗികമായി തിരശ്ശീലയിട്ടു. ദിവസം മുഴുവൻ മൈതാനത്ത് വിയർപ്പൊഴുക്കിയിട്ടും ഫലം കാണാതെ തളർന്ന ശരീരവും അതിലേറെ തകർന്ന മനസ്സുമായി അഫ്ഗാനിസ്ഥാൻ താരങ്ങൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുമ്പോൾ അവരുടെ കണ്ണുകളിൽ ഈ ചുവന്ന പന്തിന്റെ മഹാസംഗ്രാമത്തിൽ ഇന്ത്യ തീർത്ത വിനാശകരമായ ആധിപത്യത്തിന്റെ നടുക്കം വ്യക്തമായി കാണാമായിരുന്നു. എന്നാൽ മറുവശത്ത് സ്റ്റേഡിയം മുഴുവൻ തിങ്ങി നിറഞ്ഞ ആയിരക്കണക്കിന് ഇന്ത്യൻ ആരാധകർ തങ്ങളുടെ വീരനായകന്മാരായ ശുഭ്മാൻ ഗില്ലിനും ഋഷഭ് പന്തിനും എഴുന്നേറ്റ് നിന്ന് ഹർഷാരവം മുഴക്കുമ്പോൾ ആ സായീനത്തിലെ കാറ്റിനുപോലും വിജയത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു. വെറുമൊരു ക്രിക്കറ്റ് മത്സരം എന്നതിലുപരി സാങ്കേതിക തികവിന്റെയും ചോരത്തിളപ്പിന്റെയും അചഞ്ചലമായ ഇച്ഛാശക്തിയുടെയും അവർണ്ണനീയമായ ഒരു വീരകാവ്യമായി മാറിയ ഈ ആദ്യ ദിനം ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ സുവർണ്ണ ലിപികളിൽ തന്നെ എഴുതപ്പെടുമെന്ന് ഉറപ്പാണ്. 3 വിക്കറ്റ് നഷ്ടത്തിൽ 368 എന്ന ആ പടുകൂറ്റൻ സ്കോർ ബോർഡ് നാളത്തെ അനിവാര്യമായ കൊടുങ്കാറ്റിന്റെ ഒരു ചെറിയ മുന്നറിയിപ്പ് മാത്രമാണെന്ന തിരിച്ചറിവിൽ ക്രീസിൽ ഉറച്ചു നിൽക്കുന്ന ഗില്ലിന്റെയും പന്തിന്റെയും ബാറ്റിൽ നിന്നും നാളെ പിറക്കാൻ പോകുന്ന തീപ്പൊരികൾക്കായി ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾ. കാരണം ഈ ചരിത്ര മൈതാനത്ത് ഇപ്പോൾ അവസാനിച്ചത് വെറുമൊരു പകൽ മാത്രമാണ്. യഥാർത്ഥ യുദ്ധം ഇനി വരാനിരിക്കുന്നതേയുള്ളൂ എന്ന ഉത്തമ ബോധ്യത്തോടെ സകല പ്രതീക്ഷകളും അതിയായ ആകാംക്ഷയോടെ നാളത്തെ ഉദയസൂര്യനിലേക്ക് നീളുകയാണ്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.